എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയാണ് കുന്നത്തുനാട്. ഇതുവരെ UDFും LDFും മാറി മാറി ഭരിച്ച കുന്നത്തുനാട് ഇക്കുറി NDAയിലേക്ക് ചായുമെന്ന കാര്യം BJP നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന പരിചയസമ്പന്നനായ ബാബു ദിവാകരൻ ഈ മണ്ഡലം CPMന്റെ PV ശ്രീനിച്ചനിൽ നിന്നും പിടിച്ചെടുക്കുമെന്നാണ് പ്രവചനം. കുന്നത്തുനാട്ടിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ 2020 വിജയിച്ചിട്ടുണ്ട് എന്നതാണ് NDAയുടെ പ്രതീക്ഷ. കുന്നത്തുനാട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഐക്കരനാട്, കിഴക്കമ്പലം, കുന്നത്തുനാട്, മഴുവന്നൂർ, പൂതൃക്ക, തിരുവാണിയൂർ, വടവുകോട്, പുത്തൻകുരിശ്, വാഴക്കുളം എന്നീ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം. തിരുവാണിയൂർ, ഐക്കരനാട്, കിഴക്കമ്പലം, പൂതൃക്ക പഞ്ചായത്തുകളിലാണ് 2020 വിജയിച്ചത്. 2020യുടെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ BJPയുടെയും BDJSന്റെയും പിന്തുണ കൂടി ചേരുമ്പോൾ അത് വലിയൊരു വിജയം ബാബു ദിവാകരന് സമ്മാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 35 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടും വാടക വീട്ടിൽ കഴിയുന്ന ബാബു ദിവാകരനാണ് 2020യുടെ സ്ഥാനാർത്ഥിയെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ 2020യെ തോൽപ്പിക്കാൻ ഡീലുണ്ടാക്കിയാലും ഇക്കുറി 50% വോട്ടുകൾ നേടി ബാബു ദിവാകരൻ വിജയിക്കുമെന്നാണ് സാബു ജേക്കബ് മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസം. എല്ലാം മികച്ച ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇക്കുറി കേരളത്തിൽ നടന്നത്. 2020 എന്ന പുതിയൊരു പാർട്ടി NDAയിലേക്ക് വരികയും അവർക്ക് ധാരാളമായി സീറ്റുകൾ നൽകുകയും ചെയ്തിട്ടും NDA ഘടകകക്ഷിയായ BDJS അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുവെന്നതാണ് ഇക്കുറി NDAയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കുന്നത്തുനാട് മണ്ഡലത്തിലും 2020യും BDJSും BJPയും തമ്മിലുള്ള ഇഴയെടുപ്പമാണ് ബാബു ദിവാകരന്റെ കുതിപ്പിന് അടിത്തറയൊരുക്കുന്നത്. PV ശ്രീനിച്ചനാണ് ഇവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയെങ്കിൽ സ്ഥിരം UDF സ്ഥാനാർത്ഥിയായ VP സജീന്ദ്രനാണ് ഇക്കുറി മത്സരിക്കുന്നത്. UDF മണ്ഡലമായിരുന്ന കുന്നത്തുനാടിനെ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിടിച്ചെടുത്ത് കൊടുക്കുകയായിരുന്നു PV ശ്രീനിച്ചൻ. UDFന് വേണ്ടി VP സജീന്ദ്രൻ 2011ലും 2016ലും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കുന്നത്തുനാട്. എന്നാൽ 2021 2020 എന്ന സാബു ജേക്കബിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും നല്ലൊരു ശതമാനം വോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തതാണ് PV ശ്രീനിച്ചന്റെ വിജയത്തിന് വഴിയൊരുക്കിയത്. 2021 2717 വോട്ടിനാണ് PV ശ്രീനിച്ചൻ ജയിച്ചത്. ശ്രീനിച്ചന്റെ വിജയത്തിൽ നിർണായകമായത് അന്ന് 2020 സ്ഥാനാർത്ഥിയായ ഡോക്ടർ സുജിത് P സുരേന്ദ്രൻ പിടിച്ച 41,890 വോട്ടുകളാണ്. MLA ആയതിനു ശേഷം സാബു ജേക്കബിനെയും അദ്ദേഹത്തിന്റെ കമ്പനിയായ കിറ്റക്സിനെയും വേട്ടയാടിയ MLA ആയിരുന്നു ശ്രീനിച്ചൻ. മണ്ഡലത്തിന്റെ വികസനത്തെക്കാൾ 2020യെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ശ്രീനിച്ചന്റെ പ്രഥമ അജണ്ട എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങിയത്. ഇരുമ്പ് മുഷ്ടിയുള്ള പിണറായിയുടെ പിന്തുണ കൂടി കിട്ടിയതോടെ ഒരു തരം പ്രതികാര ബുദ്ധിയോടെയാണ് CPM ഇവിടെ കരുക്കൾ നീക്കിയത്. ഇതിവിടെ വലിയ സംഘട്ടനത്തിലേക്ക് നയിക്കുകയും 2020 പ്രവർത്തകർ മരിക്കുകയും കൂടി ചെയ്ത സംഭവമുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൽ തുടങ്ങാനിരുന്ന കോടികളുടെ കുട്ടികളുടെ ഉടുപ്പ് നിർമ്മാണ ഫാക്ടറി തെലുങ്കാനയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ സാബു ജേക്കബിനെ പ്രേരിപ്പിച്ചത് പോലും CPMന്റെ ഈ വേട്ടയാടലായിരുന്നു. പിന്നീട് CPMും കോൺഗ്രസും കൈകോർത്ത് 2020 ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും 2026ലെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തുകൾ 2020 പിടിച്ചു. 2500 രൂപയുണ്ടെങ്കിൽ പച്ചക്കറിയും പലചരക്കും വാങ്ങി സാധാരണ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം വരെ സാബു ജേക്കബ് അവിടെ ഉണ്ടാക്കി കൊടുത്തു. സാധാരണക്കാരായ ജനങ്ങൾ ഈ അനുഭവത്തിന്റെ പുറത്താണ് 2020ക്ക് വോട്ട് ചെയ്തത്. ഫസ്റ്റ് ടൈം MLAയും യുവാവുമായ PV ശ്രീനിച്ചന് പല തെരഞ്ഞെടുപ്പ് വിശകലന ഏജൻസികളും ഇക്കുറി വളരെ കുറഞ്ഞ മാർക്കാണ് കൊടുത്തത്. 2011ലും 2016ലും തുടർച്ചയായി ഭരിച്ചിട്ടും കുന്നത്തുനാടിന് വലിയ വികസനമൊന്നും നേടിക്കൊടുക്കാൻ VP സജീന്ദ്രന് പറ്റിയില്ല. ഇത് UDFന്റെ സാധ്യത ഇല്ലാതാക്കുന്നുണ്ട്. കുന്നത്തുനാട് മണ്ഡലം പിടിക്കാൻ UDFും LDFും കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ഒരു മുഴം മുമ്പേ കുതിക്കുകയാണ് NDA.